ഓ ഇന്നലെ ലുലു മാളിപ്പോ എന്ത് രസായിരുന്നല്ലേ. അത് പറഞ്ഞപ്പോഴാണ് ഇനി ആ പൈസ അയച്ചില്ല. അതെ, ആ കണക്കിൽ കുറച്ച് പെശകുണ്ട്, അതാണ് അയക്കാഞ്ഞത്. പെശക? എനിക്കറിയാം നീ ഇത് പറയൂന്ന്. വെറുതെ ഈ ബുക്ക് കൊണ്ട് നടക്കണത്. ആ, ഇവിടുന്ന് ലുലു മാൾ വരെയുള്ള ബസ് കാശ് 36 രൂപ. അതിൽ 18 രൂപ എൻ്റെ, 18 രൂപ നിന്റെ. പിന്നെ അവിടെ പോയിട്ട് സർബത്ത് കുടിച്ചത് 30 രൂപ. സർവത്തിന്റെ കാര്യം നീ പറയാൻ നിൽക്കണ്ട, എന്റെ വെള്ളം സർവത്താണ്, നീയാണ് സോഡ സർവത്ത് കുടിക്കുക. എന്റെ 10 രൂപ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ 18 28 രൂപ എപ്പ കിട്ടും? എപ്പ തരും? അങ്ങനെയാണെങ്കിൽ എനിക്കും കുറച്ച് കണക്ക് പറയാനുണ്ട്. ഇന്നലെ മാളിൽ നിന്ന് ഇറങ്ങിയപ്പോ 5 രൂപ പുളിമിഠായി വാങ്ങിച്ചെന്നാരാണ്, ഞാനാണ് അവന് വാങ്ങിച്ചു കൊടുത്തത്. ആ കണക്ക് ഞാനിവിടെ പറഞ്ഞു. ഇതൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്? അതൊക്കെ ഞങ്ങളുടെ കാലത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലടാ വിജിപ്പി? ആ മക്കളെ, നിങ്ങൾക്കറിയാമോ ചില ദിവസങ്ങളിൽ വീട്ടിൽ പട്ടിണിയായിരുന്നു. അന്ന് ഞാനാണ് ചോറ് കൊടുത്ത്. അതുമാത്രം സ്കൂളിലൊക്കെ ഞാൻ എത്ര പ്രാവശ്യം ചോറ് കൊണ്ടേ കൊടുത്തേക്കും. ക്ലാസ് കെട്ടിയത് എത്ര സിനിമക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് അറിയാമോ? അതുകൂടാണ്ട് എത്ര പ്രേമ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നാളത്തെ ടിക്കറ്റ് ഇത് ഇന്നത്തെ ടിക്കറ്റ്, ഇന്നത്തെ കേരള 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 2 ടിക്കറ്റ്, ലാസ്റ്റ് ടിക്കറ്റ്. 2 ടിക്കറ്റ് ഉള്ള കുറച്ച് അധികം ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാറുണ്ട്. എടുക്കോ? നോക്കട്ടെ, ആവശ്യം പോലെ എടുത്തോ. ലാസ്റ്റ് ടിക്കറ്റ് 2 ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അതിന് മുമ്പുള്ളതാണ്. 2 ടിക്കറ്റ് സെലക്ട് ചെയ്ത് കിട്ടും, പൈസ ഞാൻ കൊടുത്തേക്കാം. ഇതിപ്പോ ഞങ്ങളിൽ ആർക്കടിച്ചാലും ഞങ്ങൾക്കുള്ള തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ബന്ധം. 94, 48 അടിച്ചില്ല. നിന്റെ നമ്പർ എത്രയാണ്? 97, 49, 5000 അടിച്ചിട്ടുണ്ട്. 5000 ഉണ്ട്. കണ്ടടാ, ഞങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ ആഴം കണ്ട നീ. ലോട്ടറി അടിച്ച്. അതെങ്ങനെയാണ്? ഗൂഗിൾ പേന്ന് 2500 രൂപ അല്ലെങ്കിൽ പൈസ ആയിട്ടാ? എന്തിന്? ലോട്ടറി അടിച്ചില്ലടാ. അത് ഞാനെടുത്ത ലോട്ടറി അല്ലടാ. പൈസ ഞാനല്ലടാ എടുത്തത്. അതിനെന്താണ് പൈസ വേണമെങ്കിൽ 50 രൂപ ഇപ്പൊ തന്നേക്കാം. അതെന്ത് വർത്താനോടാ നീ പറയണ? ഞാനെടുത്ത ലോട്ടറിക്കെല്ലാം അടിച്ചിരുന്നില്ല. അപ്പൊ 50 രൂപ അങ്ങോട്ട് തരാടാ. ഞാനല്ലടാ പൈസ കൊടുത്തത്. അതിന് എനിക്കടിച്ച ലോട്ടറി അല്ലേ? അടിക്കാത്ത ലോട്ടറി എനിക്കാന്നോണ്ട് അടിച്ച ലോട്ടറി നീ എടുത്തില്ലേ? അല്ലെങ്കിൽ ഇവൻ പണ്ടേ ഇങ്ങനെയാണ്, ഒട്ട സാധനങ്ങൾ മുഴുവനും എന്റെ തലയിൽ കെട്ടി വെക്കും. ഇവന്റെ പെങ്ങളെ വരെ എന്റെ തലയിൽ കെട്ടി വെക്കാൻ നോക്കിയാൽ അങ്ങനൊന്നും അല്ലട്ടാ. എന്റെ പെങ്ങളുടെ പുറകെ ഇവൻ നടന്ന് ശല്യം ചെയ്തിട്ടേ എന്റെ അച്ഛനും ഇവന്റെ കാതല് പിടിച്ചപ്പോഴാണ് ഇവൻ നടത്താൻ നിർത്തിയത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറെ ഭക്ഷണം തന്നിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. ഇവൻ കണ്ട പിള്ളേരെ ചോറും പാത്രം മോഷ്ടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എനിക്ക് തരും. എന്തിനാണ് സാറന്മാര് പിടിച്ചു കഴിയുമ്പോ എന്നെയും കൂടി പെടുത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നീയാണ് എന്റെ ജീവിതത്തെ നശിപ്പിച്ചത്. കണ്ടു ഊളപ്പത്തിനൊക്കെ എന്നെ ക്ലാസ്സും കെട്ടി ഞാൻ ശരിയാക്കടാ. രതീഷേ, എനിക്കൊരാളിടിക്കണം. നിനക്ക് എത്ര വരണം? എടാ, അത്രയും രൂപ വേണോടാ നിനക്ക്? പണ്ട് ഞാൻ എന്തോരം ചോറ് മേടിച്ചു തന്നിട്ടുണ്ടോ? എന്തായാലും നീ അവിടെ ഞാൻ തേനി നീ ആരെയാണെന്ന് വിളിച്ചോണ്ടാ? ഞാനേ ഈ മരത്തിൽ ഇവിടെ ഇരിപ്പുണ്ടാവടാ. നീ വിളിച്ചുകൊണ്ട് ആരെയാണെന്ന് വെച്ചാ വേഷം കേട്ടോ. വരട്ടെ. ഞാൻ പോണ്ട. അവനെ തലക്ക് ബോധമില്ലാത്തവനോ, അവനെന്ത് ചെയ്യും പറയാൻ പറ്റില്ല. നമ്മെന്തിനാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? എടാ, ഇവിടിപ്പോ എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയായിരുന്നു സ്നേഹബന്ധം, ഫ്രണ്ട്ഷിപ്പ്, ചോറ് കൊടുക്കണം. ഇതിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ നല്ലതല്ലേ? പിന്നല്ലാണ്ട്. 80 രൂപ തരും.